ആ പിന്നെ അതെ 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 ബാക്കി പാർലമെന്റിൽ അസംബ്ലിയിൽ പോകുന്നവരൊന്നും കണ്ണടച്ച് വ്യാമോഹം ഇല്ലാതെ പോകുന്നു. അവർക്ക് യാതൊരു വ്യാമോഹമില്ല. അവർ ശ്വാസോച്ഛ്വാസം പോലും പെടത്തില്ല. നാണവും മാനവും പറയട്ടെ, നാണവും മാനവും ഉണ്ടോ? കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ പാർലമെന്ററി തീസിസ് വായിച്ചിട്ടുണ്ടോ ഇവർ? പാർലമെന്റിൽ പോകുന്ന വ്യാമോഹമാണ്. പാർട്ടി അയക്കുന്നതല്ലേ അവിടെ പോയി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനോട് വാദിക്കാനാണ്. അതിന് കൊള്ളാവുന്നവരെയാണ് പണ്ട് അയച്ചുകൊണ്ടിരുന്നത്. ഇപ്പം അയച്ചുകൊണ്ടിരിക്കുന്ന ആരെയാതൊക്കെ നിങ്ങൾ നോക്കുക. കഴിഞ്ഞ നിയമസഭയിൽ ഈ കേരളം അറിയപ്പെടുന്ന പ്രസംഗം നടത്തിയ ഒരാളുടെ പേര് പറ. ഇവിടുന്ന് പോയല്ലോ 5-6 പേര്, 8 പേര് പോയില്ലേ? ഈ കേരളം ശ്രദ്ധിച്ചുകൊണ്ട് പ്രസംഗം നടത്തിയ ഒരാളുടെ പേര് പറ. അവരൊക്കെ തന്നെ വീണ്ടും എല്ലാവരും മത്സരിക്കുകയല്ലേ? അതെന്തിനാ? അത് പാർലമെന്റ് വ്യാമോഹമല്ലേ? 6ാമത്തെ തവണ തുടർച്ചയായി മത്സരിക്കുന്ന ആരിഫ് പാർലമെന്റ് വ്യാമോഹമില്ല. 3 തവണ അസംബ്ലി ജയിച്ചു, പാർലമെന്റ് ജയിച്ചു, 4 1 തോറ്റു. അതിപ്പോൾ വീണ്ടും മത്സരിക്കും. ആലുവായി പോയി മത്സരിക്കുക. മനസ്സിലായില്ലേ? ആലുവ നിങ്ങൾക്ക് എന്താ വേണ്ടേ? ഞാൻ പറഞ്ഞത് ആരിഫിന്റെ കാര്യമാണ്. അതാണോ ചോദ്യം? പാർലമെന്റ് വ്യാമോഹത്തെ പറ്റിയാണ് പറഞ്ഞത്. നിങ്ങളോട് അതല്ലെന്ന് ഇവിടുത്തെ ചോദ്യം. നിങ്ങൾക്ക് തലയിലൊന്നും ഇല്ലെങ്കിൽ ഞാൻ പറയുന്ന പാർലമെന്ററി വ്യാമോഹം എനിക്കുണ്ടോയെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഓരോന്നും ചൂണ്ടിക്കാണിക്കുക. എൻ്റെ കാര്യം നിങ്ങൾ പറഞ്ഞല്ലോ, അത് ഞാൻ ഇനി പറയണ്ടല്ലോ. അത് എന്ത് വ്യാമോഹമാണ്? അത് വ്യാമോഹമല്ല. പാർട്ടി തീരുമാനിച്ചിട്ട് മത്സരിക്കുന്നത്. സതീഷ് ചെറിയ 3ാമത്തെ തവണയാണ് മത്സരിക്കുന്നത്. വ്യാമോഹമാണ്. പ്രതിഭ 3ാമത്തെ തവണ വ്യാമോഹമാണ്. വാസവൻ 3ാമത്തെ തവണ വ്യാമോഹമാണ്. 10-15 പേര് 3, 4, 5 തവണയായത് അതിനെന്താ പാർട്ടി തീരുമാനിക്കുന്നതല്ലേ? എത്ര തവണ മത്സരിച്ചു എന്നാണ് കൈരളിലാണ് ചോദിക്കുക. എത്ര തവണ മത്സരിച്ചാലെന്താ? എത്ര തവണ നിങ്ങൾക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് അറിയാം? AKG മരണം വരെ MP ആയിരുന്നു. നിങ്ങൾക്കിത് വല്ലതും അറിയോ? നിങ്ങൾക്കിത് വല്ലതും അറിയുമോ എന്ന് ചോദിച്ചാൽ, ഞാൻ 963 പാർട്ടി ചേർന്നത്. എന്നെ പഠിപ്പിക്കാൻ വരിക. നിങ്ങൾ വന്നിരിക്കുന്നത് ഇതിനെ അലങ്കോലപ്പെടുത്താനാണ്. ഞാൻ ഒന്നുകൂടെ ചോദിക്കാൻ നിങ്ങൾ മാത്രം ഇത്ര തോന്നിവാസം ചോദിക്കും. ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞല്ലോ. പാർട്ടിക്ക് ഡാമേജ് ഇല്ലാതാണ് ഞാൻ പറഞ്ഞത്. പാർട്ടിയാണ് അധികാര വ്യാമോഹം. തൻ്റെ വീട്ടിൽ വല്ല കുഴപ്പമുണ്ടായോ? ഞാൻ അധികാരത്തിൽ ഇരുന്നോണ്ട്? താൻ നടന്നു വന്ന റോഡൊക്കെ ഞാൻ അധികാരത്തിൽ ഇരുന്നോണ്ടല്ലേ താൻ ഈ വണ്ടി ഓടിച്ചു വരുന്നത്? സർക്കാർ എന്തുവാ? സർക്കാർ എന്ന് പറഞ്ഞാൽ താനും തന്നെ ഭാര്യയും കൊണ്ടാണ്. ഇവിടെ PWD മിനിസ്റ്റർക്കാണ് അതിൻ്റെ ഉത്തരവാദിത്തം. വേറെ ഒരാൾക്ക് ഉത്തരവാദിത്തമില്ല. ഇവിടെ സർക്കാരിനെ തന്നെ ഞാൻ പഠിപ്പിക്കണോ? സർക്കാരിൻ്റെ അല്ല എല്ലാം. സർക്കാരിൻ്റെ പേരിൽ ഓരോ വകുപ്പല്ല ചെയ്യുന്നത്. ചെയ്തിട്ടോ നിങ്ങൾ എഴുതിക്കോ. ചെയ്തില്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഞാൻ ഈ സംസാരിക്കുന്നതിന് തടസ്സപ്പെടുന്നതാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഇത് വെറുതെയാണ്. ഒരു വ്യാമോഹമാണ്. അബദ്ധമാണ്. പറഞ്ഞേക്കാം. കേട്ടല്ലോ? അബദ്ധമാണ്. മുൻമന്ത്രി ജി സുധാകരൻ സംബന്ധമാണ് ചോദിക്കുന്നത്. കാരണം പാർട്ടിയാണ് നിർത്തുന്നതെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. എത്ര തവണയായാലും അല്ല എല്ലാവരും കവർ ചെയ്യുന്നതല്ലേ? ഇയാൾ ചോദിക്കേണ്ട വല്ല കാര്യമുണ്ടോ? അത് 7 തവണ നിന്നാണെങ്കിലും ബാധകമല്ല ഞാൻ പറയുന്നത്. പാർട്ടിയല്ലേ നിർത്തിയത്. അയാൾ ചാടി കയറി നിൽക്കുന്നതല്ലല്ലോ. അത് പാർലമെന്റ് വ്യാമോഹമാണ്. പാർലമെന്റ് വ്യാമോഹമല്ല. പാർട്ടി അതിനെപ്പറ്റി ഒന്നും പറയാനില്ല. ഒന്നും പറയാനില്ല ഇനി ആ വിഷയങ്ങളൊന്നും. അതെല്ലാം കഴിഞ്ഞ കാര്യം. ഞാൻ പറയുന്നത് അതേപ്പറ്റി ഒന്നും ഇനി പറയേണ്ട കാര്യമില്ല. ഇറ്റ്സ് ഗോൺ ഫോർ എവർ അല്ലേ? സുധാകരന്റെ പാർലമെന്റ് വ്യാമോഹമാണ്. ഇത് പറഞ്ഞ് ക്യാമ്പയിൻ നടത്തിക്കോളാം. കൊച്ചു കാര്യം ചോദിക്കൂല്ലേ ഞാൻ എന്നിൽ നിന്ന് അറിയേണ്ട കാര്യം. ഇതൊന്നും എന്നിൽ നിന്ന് അറിയേണ്ടതല്ല. അതൊക്കെ പോളിറ്റ് ബ്യൂറോ തീരുമാനം. അത് പത്രത്തിൽ വായില്ല. ഒരാളെ മത്സരിക്കുന്നത് പിണറായി വിജയൻ. അതൊക്കെ കഴിയും. പിന്നെ അത് ഞാൻ പറയാനെങ്ങനെയാണ്? അത് സർക്കാരിൻ്റെ ആണെന്നാണോ ഒരാൾ പറയുന്നത്? സർക്കാരിൻ്റെ എല്ലാം പിന്നെ ഞാനല്ലേ സർക്കാർ. PWD ഞാനാണ് സർക്കാർ. ക്യാബിനറ്റിൻ്റെ ബൈല വല്ലതും അറിയാമോ? ആ മന്ത്രിയാണ് സർക്കാർ ആ വകുപ്പിൽ. മനസ്സിലായോ? അല്ല എല്ലാവരോടും കൂടിയതെന്നല്ല. അത് ക്യാബിനറ്റ് കൂടുമ്പോഴൊക്കെ തീരുമാനമുണ്ട്. ആയിട്ടറിയാം. കോൺസ്റ്റിറ്റ്യൂഷൻ കുന്തവും കുടച്ചക്രമോ എന്ന് പറഞ്ഞ ഇദ്ദേഹത്തിൻ്റെ കൂട്ടുകാരനോ പറയുന്ന പോലെ അല്ല. കേട്ടില്ലേ? ഉത്തരവാദിത്തോടാണ് പറയുന്നത്. പാലാരിവട്ടം പാലത്തിൻ്റെ പാലവിടെ ഉണ്ടല്ലോ. വിളിക്കുന്നത് പുതുക്കി പഠിച്ചല്ലോ ഞങ്ങൾ. പുതുക്കി പഠിച്ചപ്പോൾ സർക്കാരിനെയാണോ പ്രതിയാക്കിയത്? അപ്പം മന്ത്രിയല്ലേ? അല്ലേന്ന് ഇതൊക്കെ പറഞ്ഞ പൊളിഞ്ഞില്ല. അങ്ങനെയാണ് മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്തത്. ആ മന്ത്രിക്കാണ് ഉത്തരവാദിത്വം അല്ലേ? ഞാനാണ് അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കിയത്.
3 മാസം എൻ്റെ സുഹൃത്ത് പറഞ്ഞൊരു കാര്യമുണ്ടോ? അവിടെ ചോദിക്കുന്ന യുക്തിപൂർവ്വം കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ചോദിക്കുക, വിമർശിക്കുന്നതിന് തെറ്റില്ല. ചുമ്മാ ഇവിടെ വന്നിട്ട് കളിയാക്കി ഒരു പത്രസമ്മേളനം വഴിതിരിച്ചുവിടാണ് വന്നത്. നിങ്ങളൊക്കെ പാപ്പരായ പിന്നെ രാഷ്ട്രീയ പ്രവർത്തകരാണ്, പത്രപ്രവർത്തകർ. അതൊന്നും പാടില്ല, നിങ്ങളെപ്പോലെ ഒരാൾ പാടില്ല. അതുകൊണ്ട് നിങ്ങളെ ഞാൻ ഒന്നും പറയാൻ ഉദ്ദേശിച്ചതല്ല, നിങ്ങൾ പറയിപ്പിച്ചതാണ്. ഇനി ഞാൻ ഒന്നും പറയത്തുള്ളൂ. അവരോട് ചോദിച്ചാൽ STP അവരെ തെളിവല്ല. STP നിങ്ങളെല്ലാം കൂടെ പ്രചരിപ്പിച്ചത് അയാൾ STPയുടെ ഏജന്റാണ്. ഞാൻ പ്രചരിപ്പിച്ചോ? ഞാൻ പ്രചരിപ്പിച്ചില്ലല്ലോ. നിങ്ങൾ ചരിത്രമൊന്നും ഇപ്പം സമയമില്ല എനിക്ക്. നിങ്ങൾ ചരിത്രമൊന്നും എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ട. എല്ലാ കാര്യത്തിലും ഞാൻ LDF സ്ഥാനാർത്ഥിയെ രക്ഷിച്ചിട്ടുണ്ട്, സജി ചെറിയാനെ രക്ഷിച്ചിട്ടുണ്ട്. അത് കഥ പറയാനല്ല. STP ചോദിച്ചോണ്ട് ഞാൻ പറയാം. നിങ്ങൾക്ക് ഓർമ്മ കാണും, നിങ്ങളിവിടെ കാണത്തില്ല. 3 പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്തറിയാം? അറിയാമോ? എല്ലാവർക്കും അറിയാമല്ലോ. ഞാൻ മിനിസ്റ്ററാണ്. അത് STPക്കാർ കാരണമാണെന്ന് പറഞ്ഞാണ് പ്രചാരണം. ഓർമ്മയുണ്ടോ? 1 മാസക്കാലം നമ്മുടെ എതിർ സ്ഥാനാർത്ഥി എവിടെയോ നാട് വിട്ടു പോയി, നാട്ടിലില്ല, വീട്ടിലിരിക്കാൻ പോയി. എവിടെ പോയി? വെളിയിറങ്ങുന്നുണ്ട്, വെളിയിറങ്ങില്ല. അപ്പം STPയുടെ കാര്യം മനസ്സിലായിരുന്നു. ആരാണ് അത്? ആരോപണം. ഞാൻ ട്രിവാൻഡ്രത്തൊന്ന് വന്നു. അന്നത്തെ ഏരിയാസ് ഓമനക്കുട്ടനോട് ഹർത്താൽ നടത്താൻ പറഞ്ഞു ഈ മരണത്തിന്. അയാൾ നടത്തിയില്ല. ഈ മരണത്തിനെതിരെ ഹർത്താൽ നടത്തി ഇടതുപക്ഷത്തിൻ്റെ എന്താ പറയുക രോഷം പറഞ്ഞിട്ട് അയാൾ നടത്തിയില്ല. ഞാൻ വന്നിട്ട് ഞാൻ അടുത്ത ദിവസം നടത്തിച്ചു. ഞാൻ അവിടെ പ്രസംഗിച്ചു, സലാമിന് വേണ്ടി പ്രസംഗിച്ചു. അതിനുശേഷം വീട്ടിൽ നിന്ന് വെളിയിറങ്ങി. വീട്ടിലെല്ലാം എവിടെയായിരുന്നു? ആ പെൺകുട്ടികളുടെ വീട്ടിലെല്ലാം പോയി. ഓട്ടോറിക്ഷക്കാർ എല്ലാവർക്കും 1.5 ലക്ഷം രൂപ അടുത്ത ദിവസം ഗവൺമെന്റിൽ നിന്ന് കൊടുപ്പിച്ചു. STPയുടെ കാര്യമാണ് പറയുക. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.